സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, NCERT SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരന്ന വായന, വളരെ വിശദമായിട്ടുള്ള വായന ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ലക്ഷ്യങ്ങളിൽ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുക എന്നൊരു ലക്ഷ്യം നമ്മൾ കണ്ടോ? ഇല്ല. നമസ്കാരം. സഹാ റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ സിലബസിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് INC സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിനകത്ത് തന്നിട്ടുള്ള മേഖലയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് INC കുറിച്ചിട്ടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ PSC എക്സാമിൽ വളരെ കാര്യമായൊരു മാറ്റമുണ്ടായി. അങ്ങനെ ചുമ്മാ ഒന്നും വായിച്ചിട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസിലൊക്കെ കാര്യമായിട്ടുള്ള അഴിച്ചുപണികൾ നടന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, NCERT SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരന്ന വായന, വളരെ വിശദമായിട്ടുള്ള വായന ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള ഏതൊക്കെ രീതിയിലാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. നോക്കിക്കൊള്ളുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് സ്ഥാപിതമായത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് പേർക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. ഉത്തരങ്ങൾ നിങ്ങൾ ചുമ്മാ പറഞ്ഞാൽ ഉത്തരം നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയിരിക്കുക. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും, നിങ്ങൾ ചുമ്മാ പറഞ്ഞു നോക്കുക. നമ്മളതിൻ്റെ ആൻസർ പറയും, ക്ലാസ് കഴിഞ്ഞ ശേഷം പറയും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1885? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ബ്രിട്ടീഷ് ഇനിഷ്യേറ്റീവ് ടു ആക്ട് ആസ് എ സേഫ്റ്റി വാൽവ് ടു കർബ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയ ഒരു സേഫ്റ്റി വാൽവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് INC തുടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ചുമ്മാ പഠിച്ചിട്ട് പോയാൽ എഴുതാൻ പറ്റുമോ ഇതിൻ്റെ ഉത്തരം? ഇല്ല. അടുത്ത നോക്കിക്കേ. ഇറ്റ് വാസ് ദ ക്ലാമിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ അവേക്കനിങ് ആൻഡ് നാഷണൽ കോൺഷ്യൻസസ് ടു അച്ചീവ് ആൻറ്റി ഇമ്പീരിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ്, അതായത് സാമ്രാജ്യത്വ വിരുദ്ധ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു പരിസമാപ്തി എന്ന രീതിയിലുള്ള ഒരു ദേശീയ ഉണർവിൻ്റെയും ദേശീയ അവബോധത്തിൻ്റെയും ഒക്കെ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് INC ഫോം ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ. ദ എഡ്യൂക്കേറ്റഡ് എലൈറ്റ്സ് ഫൗണ്ട് ഇറ്റ് ടു ഫുൾഫിൽ ദെയർ ആസ്പിറേഷൻ ഫോർ ഗ്രാബിംഗ് പൊളിറ്റിക്കൽ പവർ. എഡ്യൂക്കേറ്റഡ് എലൈറ്റ്സിൻ്റെ, വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ടാണ് INC കൊണ്ടുവന്നത് എന്നൊരു പ്രസ്താവന തന്നിട്ടുണ്ട്. അടുത്തത് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മഹാത്മാഗാന്ധി. ഇങ്ങനെ 4 പ്രസ്താവനകൾ. ഈ 4 പ്രസ്താവനകളിൽ നിന്നതാ ഓപ്ഷൻ A only 3, only 1, only 2, only 4. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം എല്ലാവർക്കും ഒന്നും അങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് പഠിക്കുന്നവർക്കേ ചെയ്യാൻ പറ്റൂ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നവർക്കേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. കണ്ടോ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ പോയിരിക്കുന്നത്? കണ്ടോ ക്വസ്റ്റ്യനിൽ വന്ന മാറ്റങ്ങൾ? കണ്ടോ? പണ്ട് ഒരു 5-6 വർഷം മുമ്പ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നോക്കി. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഫോറിൻ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ജോർജ് യൂൾ ഉണ്ട്, ആനി ബെസന്റ് ഉണ്ട്, A.O. ഹ്യൂം ഉണ്ട്, സോണിയ ഗാന്ധി ഉണ്ട്. ഇതിൽ ആരാണ്? ഇതിൻ്റെ ഉത്തരവ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കണ്ടോ ക്വസ്റ്റ്യൻസ്? കണ്ടോ? നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിനകത്തുള്ള ഓരോ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഏതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്നത്, മുമ്പ് നമുക്ക് അറിഞ്ഞുകൂടാത്തത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വിലയിരുത്താൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ട്രൂ? നോട്ട് ട്രൂ. ഇതിനെ ശ്രദ്ധിച്ചോണം നിങ്ങൾ. നോട്ട് ട്രൂ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നതോ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് റിഗാർഡ് വിത്ത് ടു ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ A.O. ഹ്യൂം. A.O. ഹ്യൂം എസ്റ്റാബ്ലിഷ് ചെയ്ത
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെയാണ്. ഫോർമുലേഷൻ ഓഫ് പോപ്പുലർ ഡിമാൻഡ്സ് ആൻഡ് ദ റെപ്രസെൻറ്റേഷൻ ബിഫോർ ദ ഗവൺമെന്റ് മുമ്പിൽ എന്ത് ചെയ്യുക? നമ്മുടെ രാജ്യത്തെ ആളുകളുടെ പോപ്പുലർ ഡിമാൻഡ്സ് ആൻഡ് റെപ്രസെൻറ്റേഷനൊക്കെ എന്ത് ചെയ്യുക, കൊണ്ടുപോയിക്കുക. INCയുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു, ലക്ഷ്യമായിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഓർഗനൈസേഷൻ പബ്ലിക് ഓപ്ഷൻസ് ഇൻ ദ കൺട്രി. രാജ്യത്തെ ജനങ്ങളുടെ എന്താണ് പബ്ലിക് ഓപ്ഷൻസിന് വേണ്ടിയിട്ടുള്ള എന്ത് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. ഇത് INCയുടെ ലക്ഷ്യമായിരുന്നു. പൊതുജന അഭിപ്രായം എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ് ചെയ്യുക, അതിനുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളോ കൊടുക്കുക എന്നുള്ളത് INCയുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നോ ഇല്ലയോ നമുക്കറിയില്ല, അല്ലേ? നമ്മൾ പഠിക്കും എന്തൊക്കെയാണെന്ന്. അടുത്ത് നോക്കിയേ, അറ്റൈൻ നാഷണൽ ഇൻഡിപെൻഡൻസ് ത്രൂ കണ്ടിന്യൂസ് സ്ട്രഗിൾസ്. അറ്റൈൻ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് ത്രൂ കണ്ടിന്യൂസ് സ്ട്രഗിൾസ്. നിരന്തരമായ സമരങ്ങളിലൂടെ എന്ത് നേടിയെടുക്കുക, സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു INCയുടെ ഒബ്ജക്റ്റീവ്. അതോ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ഫീലിംഗ് ഓഫ് നാഷണൽ യൂണിറ്റി. നാഷണൽ യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതായിരുന്നു INCയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ 4 ഒബ്ജക്റ്റീവ്സിൽ ഏതാണ് ശരിയല്ലാത്തത്? അപ്പോൾ ഇതിനകത്ത് 3 ശരിയായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ INCയുടെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് എന്ന് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ കറക്റ്റായിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ. കറക്കി കുത്തി എഴുതിപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം വന്ന് കാണും. എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് പേര് ഇതിനകത്ത് ഇന്നതായിരിക്കും തെറ്റ് അല്ലെങ്കിൽ ഇന്നതായിരിക്കും ശരി എന്ന് ഒരു അസംഷനിൽ എത്തിക്കാണും. ആ അസംഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് ക്ലാസ് മുമ്പോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ INCയുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. ശരിയോ തെറ്റോ നമുക്കറിയില്ല. അറിയാവുന്നവരുണ്ട്, നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മളിനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, അല്ലേ? അടുത്തത്, INCയുടെ ആദ്യ സമ്മേളനം നടക്കാൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. ശരിയാണോ തെറ്റാണോ? കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല, ഒക്കെ നമ്മൾ പഠിക്കും. വെയിറ്റ്. അടുത്തത്, INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. 4ാമത്തെ പ്രസ്താവന, INCയുടെ 2ാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ INC മുഴുവൻ അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഈ 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ 1 മാർക്ക് നേടാൻ കഴിയൂ, അല്ലേ? അപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഈ INC എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ല വിശദമായിട്ട് അരച്ച് കലക്കി കുടിച്ച് എല്ലാ മേഖലയും പരാമർശിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. INC ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവോൾട്ട് ഓഫ് 1857 ആൻഡ് ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1857 വിപ്ലവവും INCയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ INC അല്ലേ പഠിക്കുന്നേ, അതിനകത്ത് എന്തിനാ 1857 വിപ്ലവം അല്ലെങ്കിൽ 57 വിപ്ലവമായിട്ട് എന്താ INCക്ക് ബന്ധം? ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കൊള്ളുക. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഇൻ 1857. 1887 മെയ് 10 എന്ത് ചെയ്യുന്നത്, 1ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 കലാപം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ 1ാം സ്വാതന്ത്ര്യ സമരം, ശിപായി ലഹള എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ നമുക്ക് അത് മൊത്തം പഠിക്കേണ്ട. ഈ വിപ്ലവം എന്ത് ചെയ്തു, 1857 വിപ്ലവം പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് നമ്മൾ INC പഠിക്കുന്നത്, നമ്മൾ ഈ 1857 വിപ്ലവം പരാജയപ്പെടുന്നതിൻ്റെ കാരണം പഠിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത് വിശദമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ എഗനിസ്റ്റ് ദ റിവോൾട്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാർ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർ ഈ റിവോൾട്ടിനെതിരായിരുന്നു. ഇത് റിവോൾട്ട് പരാജയപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നമ്മൾ INCയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ എഗനിസ്റ്റ് ദ റിവോൾട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ഈ സമരത്തിനെതിരായിരുന്നു. ഓക്കെ, അടുത്തത്, റിബൽസ് വെയർ വെൽ നോട്ട് ഓർഗനൈസ്ഡ്. ഈ സമരക്കാർ എന്തായിരുന്നില്ല, അവർ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഉത്തരേന്ത്യയിലാണ് എന്ത് ചെയ്തത്, കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ ഈ സമര കേന്ദ്രങ്ങൾ ഉണ്ടായത്. ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിവോൾട്ട് പൊട്ടിപ്പറന്നുണ്ട്. പക്ഷേ
ഈ ഒരു റിവോൾട്ടും എന്തായിരുന്നില്ല, ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ഓരോ പ്രദേശത്തെയും ആളുകൾ എന്ത് ചെയ്യുന്നു, വിപ്ലവം എന്ന് പറഞ്ഞിട്ട് സമരത്തിന് പോകുന്നു. ഇതൊന്നും ഒരു ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. ഇത് റിവോൾട്ട് പരാജയപ്പെട്ടു പോകുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തത്, ഇൻ ടൈംസ് ഓഫ് മാൻ പവർ ആൻഡ് വെപ്പൺ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് സുപ്പീരിയർ. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ മാൻ പവർ അതുപോലെ വെപ്പൺ, ആയുധങ്ങൾ, ഈ രണ്ട് കാര്യത്തിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തായിരുന്നു, നമ്മുടെ സമരക്കാരെ വെച്ച് നോക്കുമ്പോൾ, റിബൽസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മുൻപിലായിരുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ മാൻ പവറും വെപ്പൺ പവറും ഉള്ള ആളുകളായിരിക്കും ജയിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, നോട്ട് ആൾ സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സപ്പോർട്ടഡ് ദ റിവോൾട്ട്. ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ആളുകളും എന്ത് ചെയ്തിരുന്നില്ല, ഈ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. നോട്ട് ആൾ സെക്ഷൻ, എല്ലാ ആളുകളും എന്ത് ചെയ്തിരുന്നില്ല, ഈ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതും നമ്മുടെ ഈ വിപ്ലവം പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി. അടുത്തതെന്ന് പറയുന്നത്, മെനി വെൽത്തി പ്രിൻസിലി സ്റ്റേറ്റസ്, ഒരുപാട് സമ്പന്നരായ നാട്ടുരാജ്യങ്ങൾ, പ്രിൻസിലി സ്റ്റേറ്റസ്, നാട്ടുരാജ്യങ്ങളെന്ന് കേട്ടിട്ടില്ല, അതിനാണ് പ്രിൻസിലി സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്തിരുന്നില്ല, സപ്പോർട്ടഡ് ദ കമ്പനി. അവർ സപ്പോർട്ട് ചെയ്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഒരുപാട് നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെ ആയിരുന്നു. അവരാരും നമ്മുടെ ഈ കലാപത്തിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഈ കലാപം എന്ത് ചെയ്യപ്പെട്ടു പോയി, പരാജയപ്പെട്ടു പോയി. നമ്മൾ INC ഫോമായിട്ട് വന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആണ്. ഒരിക്കൽ കൂടി പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, ശ്രദ്ധിച്ചിരുന്നോളുക. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെർ എഗനിസ്റ്റ് റിവോൾട്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻകാർ ഈ സമരത്തിനെതിരായിരുന്നു. മനസ്സിലങ്ങ് പറഞ്ഞ് പഠിച്ചോണേ. അടുത്തത്, ദ റിബൽസ് വെർ വെൽ നോട്ട് ഓർഗനൈസ്ഡ്. റിബൽസ് എന്തായിരുന്നില്ല, അവർ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. റിബൽസ് വെർ നോട്ട് വെൽ ഓർഗനൈസ്ഡ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് മാൻ പവർ ആൻഡ് വെപ്പൺ, മാൻ പവർ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു മുമ്പിൽ. അതൊരു പോയിന്റ് അല്ലേ. അടുത്തത്, എല്ലാ ജനവിഭാഗങ്ങളും എന്ത് ചെയ്തിരുന്നില്ല, ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ഒരുപോലെ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്തില്ല. അതും ഇത് പരാജയപ്പെടാനുള്ള പ്രധാന കാരണമാണ്. അടുത്ത കാരണമെന്ന് പറയുന്നത്, ഒരുപാട് സമ്പന്നരായ നാട്ടുരാജ്യങ്ങളും എന്ത് ചെയ്തില്ല, നമ്മുടെ സമരത്തിനെ സപ്പോർട്ട് ചെയ്തില്ല. അവർ സപ്പോർട്ടഡ് ദ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ 1857 വിപ്ലവം പരാജയപ്പെട്ടു പോയത്. ഇതുവരെ ഓക്കെ ആണേ. ബാക്കി നോക്കിക്കോ. അങ്ങനെ നമ്മുടെ യുദ്ധം പരാജയപ്പെട്ടു പോയി. 1857 വിപ്ലവം പരാജയപ്പെട്ടു പോയി. ആഫ്റ്റർ മെത്ത് ഓഫ് ദ റിവോൾട്ടിന്റെ അനന്തരഫലങ്ങൾ. ഈ യുദ്ധം പരാജയപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു, ശ്രദ്ധിച്ചിരുന്നോണേ, നോക്കിക്കോ. ഇൻ 1858, 1858 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അവിടെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം തുടങ്ങുന്നത്. 1857 വിപ്ലവം നടക്കുന്നത് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ രാജ്യത്ത്, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. 1858 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്യൂൺസ് പ്രൊക്ലമേഷൻ എന്ന് പറയും. ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ക്യൂൺസ് പ്രൊക്ലമേഷൻ, അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഈ നിയമപ്രകാരം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ബ്രിട്ടനിൽ അതിനു മുമ്പ് ഭരണം നടത്തിയിരുന്നത്. നേരെ മാറിയിട്ട് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയിൽ ഭരണം നടത്താൻ തുടങ്ങി. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഇന്ത്യയിൽ ഭരണം നടത്താൻ തുടങ്ങി 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം. ഓക്കെയാണേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണെന്ന് വളരെ വിശദമായിട്ട് വേറൊരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കും. നമുക്കിപ്പോൾ ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നു എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഗ്രാജുവലി ഡിസ്റ്റൻസ്ഡ് ദംസെൽസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. നമ്മുടെ റിവോൾട്ട് പരാജയപ്പെടാൻ കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ റിവോൾട്ട് പരാജയപ്പെട്ടു. റിവോൾട്ട് പരാജയപ്പെട്ട ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടൻ നേരിട്ട് ഇന്ത്യയിൽ ഭരണം നടത്താൻ തുടങ്ങി. അങ്ങനെ ഭരണം നടത്തി തുടങ്ങിയപ്പോൾ നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാർ, മുൻപ് സമരത്തിന് മുമ്പൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഒരുവിധം സപ്പോർട്ട് ചെയ്തിരുന്ന, അവരോടൊന്നും വലിയ വിരോധമില്ലാത്ത, കലാപങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ത് ചെയ്തു, ഗ്രാജുവലി ഡിസ്റ്റൻസ്ഡ് ദംസെൽസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. അവർ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് പതുക്കെ അകലാനായിട്ട് തുടങ്ങി. അവർക്കത് അങ്ങോട്ട് ദഹിച്ചില്ല. നമ്മുടെ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ത് ചെയ്തില്ല, ഇതങ്ങോട്ട് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമങ്ങളിൽ ചിലതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അവർ ഈ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് പതുക്കെ അകന്നു തുടങ്ങി. ആര്? എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്.
ഓക്കെ, അങ്ങനെ അകന്നു തുടങ്ങിയ അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, അവർ ചുമ്മാ അങ്ങനെ സമരം ചെയ്യുന്ന, അവർക്ക് കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ്. അങ്ങനെ അകന്നു പോയി അവരെന്ത് ചെയ്തു? സ്മാൾ റീജിയണൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് വെജർ ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ്. ഈ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ലീഡർഷിപ്പിൽ എന്ത് ചെയ്തു? ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങി. ആരുടെ നേതൃത്വത്തിലാണ്? ഈ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ. അവർ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് പതുക്കെ അകലുകയും അവരുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാനായിട്ടും തുടങ്ങി. ഓക്കെ ആണേ. അപ്പോൾ അതൊരു കാരണമാണ് INC ഫോം ചെയ്ത് വരാനായിട്ടുള്ള കാരണം. ഇനി അതിന് പുറമെ ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ക്രിയേറ്റ് വൈഡ് സ്പ്രെഡ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമോങ് ഇന്ത്യൻസ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം, ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം വളരെ വ്യാപകമായ രീതിയിൽ ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷ് വിരുദ്ധത പകരുന്നതിന് എന്തായി? കാരണമായി. രാജ്യത്തുടനീളം, ഇന്ത്യക്കാർക്കിടയിൽ ഉടനീളം എന്ത് പടർന്നു? ഒരുപാട് ബ്രിട്ടീഷ് വിരുദ്ധത, ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് ഉണ്ടാകുന്നതിന് കാരണമായി. അവരുടെ സാമ്പത്തിക ചൂഷണം, നികുതി ചൂഷണമൊക്കെ എന്തിന് കാരണമായി? ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് വൈൽഡ് സ്പ്രെഡ് ചെയ്യുന്നതിന്, വ്യാപകമായിട്ട് പടരുന്നതിന് കാരണമായി. ഓക്കെ, അങ്ങനെ അത് ഒരു കാരണമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ദിസ് ഫീലിംഗ് ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ലീഡ്സ് ടു ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം ഇൻ 19th century. ഈ പറഞ്ഞ കാരണങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ജനവിരുദ്ധത ഉണ്ടാകുന്നു, ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഫോം ആകുന്നു, ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരിൽ നിന്ന് അകലുന്നു. ഈ കാരണങ്ങളൊക്കെ ഇന്ത്യൻ നാഷണലിസം, ദേശീയത എന്നാണ് അതിൻ്റെ മലയാളം വാക്ക്, അത് ഉണ്ടാകുന്നതിന് കാരണമായി. ദേശീയത എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയത എന്നാണ് നമുക്ക് പഠിക്കാം. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ദേശീയത ഉടലെടുക്കുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോഷൻ വെയർ ക്രിയേറ്റഡ് വൈഡ് സ്പ്രെഡ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമോങ് ദ ഇന്ത്യൻസ്. അപ്പോൾ ഈ കാരണങ്ങളെ കൊണ്ട് എന്തുണ്ടായി? ഇന്ത്യൻ നാഷണലിസം, ദേശീയത ഉണ്ടാകുന്നതിന് കാരണമായി. ഇനി എന്താണ് ദേശീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി ദാറ്റ് ഗോസ് ബിയോണ്ട് കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണിറ്റി ആൻഡ് റീജിയണൽ ഡിഫറൻസസ്. അതായത് കാസ്റ്റ്, റിലിജിയൻ, കമ്മ്യൂണിറ്റി, ജാതി, മത, വർഗ, വർണ്ണ ഭേദങ്ങളൊക്കെ അതീതമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത്. നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി ദാറ്റ് ഗോസ് ബിയോണ്ട് കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണിറ്റി ആൻഡ് റീജിയണൽ ഡിഫറൻസസ്. ജാതി, മത, വർഗ, വർണ്ണ ഭേദം എന്നേ രാജ്യത്തിലെ ജനങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതിനെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ദേശീയത ഫോം ചെയ്തത് നമ്മൾ പഠിച്ചു. നമ്മുടെ 1857 വിപ്ലവങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു. അതിനകത്ത് ആ പരാജയത്തിന് ശേഷം എന്ത് സംഭവിച്ചു? നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയിൽ ഭരണം നടത്തിയതിനെ തുടർന്ന് നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അകലാൻ കാരണമായി. അവർ എന്തിന് തുടക്കം കുറിച്ചു? ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് രൂപീകരിക്കാനായിട്ട് തുടക്കം കുറിച്ചു. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം കൂടി ആയപ്പോൾ ഇന്ത്യക്കാർ മൊത്തത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് എതിരായി. അങ്ങനെ എതിരായി വന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ എന്തുടലെടുത്തു? ദേശീയത ഉടലെടുത്തു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇന്ത്യയിൽ ദേശീയത ഉടലെടുത്തു. ഇനി ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ദ ഓർഗനൈസ്ഡ് ഫോർമേഷൻ ഓഫ് നാഷണലിസം വാസ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതിൻ്റെയൊക്കെ ഒരു ഓർഗനൈസ്ഡ് ഫോമാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറഞ്ഞു ഈ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ബ്രിട്ടീഷുകാരിൽ നിന്ന് അകന്നതിൻ്റെ ഫലമായിട്ട് അവർ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഫോം ചെയ്തു. ഈ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഫോം ചെയ്തത് ആരാ? ഇന്ത്യക്കാർ തന്നെയാണ്. അത് ആർക്ക് ബാധ്യതയാകും? ബ്രിട്ടീഷുകാർക്ക് ഒരു ബാധ്യതയായിട്ട് മാറും. ബ്രിട്ടീഷുകാരുടെ ചില ഭരണത്തിനും ഒക്കെ ആ ചെറിയ ചെറിയ സംഘടനകൾ എന്തായി മാറിയാൽ, വലിയ ശക്തികളായിട്ട് മാറിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കും. അതുപോലെ ഇന്ത്യക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? മൊത്തത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എതിരായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്കൊരു സംഘടന വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട്, അവർക്കെതിരെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധത തടയാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. ആ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ആരാണ് ശരിക്കും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. ആ ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ബദലായിട്ട് ഒരു സംഘടന വേണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്തേനെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ സംഘടനകൾ വലിയ ശക്തികളായിട്ട് മാറി അവർ ബ്രിട്ടീഷ് ഭരണത്തിന് തടസ്സമായേനെ, അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തുണ്ടായേനെ, ബ്രിട്ടീഷിൽ ജനവിരുദ്ധത ഉണ്ടായേനെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജനവിരുദ്ധത ഉണ്ടായേനെ. അപ്പോൾ അതിനെയൊക്കെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് A.O. ഹ്യൂം രൂപം നൽകിയത്. മനസ്സിലായോ? ഇത് എന്തിൻ്റെ അനന്തരഫലമായിട്ടാണ്? 1857 വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി 1858 എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കുകയും അതോടുകൂടി ഇന്ത്യയെ നേരിട്ട് ഭരിക്കാൻ തുടങ്ങുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ട് വന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ട് വന്ന ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്ക് ഒരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന INC രൂപപ്പെട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ഒന്നും കൂടി നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം. ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? 1857 വിപ്ലവം പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നേ? എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് അതിനെതിരായിരുന്നു. അതുപോലെ നമ്മുടെ സമര ആനുകൂലികൾ എന്തായിരുന്നില്ല? അവർ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെപ്പൺസിൻ്റെ കാര്യത്തിലും മാൻ പവറിൻ്റെ കാര്യത്തിലും നമ്മുടെ സമരക്കാരെക്കാളും മുൻപിലായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും എന്ത് ചെയ്തില്ല? വെരി ഗുഡ്. എന്ത് ചെയ്തില്ല? സംഘടനയെ, നമ്മുടെ സമരത്തെ സപ്പോർട്ട് ചെയ്തില്ല. അതുപോലെയാണെങ്കിലോ നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റസ് നാട്ടുരാജ്യങ്ങളൊക്കെ ആർക്ക് സപ്പോർട്ടായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു സപ്പോർട്ട്. അങ്ങനെ നമ്മുടെ യുദ്ധം പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഗ്രാജുവലി ഡിസ്റ്റൻസ് ദംസെൽസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. നമ്മുടെ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് പതുക്കെ അകന്നു മാറുകയാണ്. അങ്ങനെ അകന്നു മാറി അവരെന്ത് ചെയ്തു? ചെറിയ ചെറിയ സംഘടനകൾ, ഓർഗനൈസേഷൻസ് ഫോം ചെയ്തു. ഇങ്ങനെ ഫോം ചെയ്യുന്ന സംഘടനകൾ ബ്രിട്ടന് ദോഷകരമായി ബാധിക്കും എന്ന് ബ്രിട്ടൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്നൊക്കെ പറയുന്നത് പോലെ ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വ്യാപകമായ രീതിയിലൊരു ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷ് വിരുദ്ധത ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യയിൽ എന്തുണ്ടായി വന്നു? ഇന്ത്യൻ നാഷണലിസം. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ നാഷണലിസം ഉണ്ടായിട്ട് വന്നു. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസും ഇന്ത്യൻ നാഷണലിസവും ഒക്കെ ബ്രിട്ടീഷ് ഭരണത്തിന് ദോഷകരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എന്തു ചെയ്യുന്നു? ഒരു ഓർഗനൈസ്ഡ് ഫോം ഓഫ് ഇന്ത്യൻ നാഷണലിസം ഉണ്ടാക്കുന്നു. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഒരു ഓർഗനൈസ്ഡ് ഫോം ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് നാഷണലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യേ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണലിസം എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത്. ഓക്കെയാണേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണേ? ഇനി നമ്മൾ നേരത്തെ കണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത് വെച്ച് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റൂലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഡിസ്കസ് ചെയ്യും അത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? നമ്മുടെ എക്സാമിന് ചോദിക്കും. ഇനി ചോദിച്ചാൽ പറയാൻ പറ്റൂലേ? ഈസിയായിട്ട് പറയാൻ പറ്റൂലേ? കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ പഠിച്ചത്? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ INC ഫോം ചെയ്തു. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇതുവരെ സെറ്റാണേ? ബാക്കി നോക്കിക്കോ. അങ്ങനെ നമ്മൾ INC ഫോം ചെയ്യുന്നു. INCയുടെ ആദ്യത്തെ കാല നാമം ചോദിച്ചാൽ പറയുക, അല്ലെങ്കിൽ INCയുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ പറയുക, അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്യുന്നത് 1884 ഫോംഡ് ബൈ അലൻ ഒക്ടോവിയൻ ഹ്യൂം. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ കുഞ്ഞിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ എന്തിനാണ് ഒരു ബ്രിട്ടീഷുകാരൻ വന്നിട്ട് ഈ INC ഫോം ചെയ്യുന്നത് എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും. ആ സംശയത്തിൻ്റെ ഉത്തരമാണ് കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചത്. എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറിയൊക്കെ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ പറയുക, അത് 1884 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്യുന്നത്. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് അലൻ ഒക്ടോവിയൻ ഹ്യൂം.
3 പോയിന്റുകൾ. ആദ്യത്തെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്തത് 1884. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് അലൻ ഒക്ടോവിയൻ ഹ്യൂം. എങ്കിൽ എന്നാണ് അത് മാറി INC എന്ന പേരിൽ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1888 ഡിസംബർ 28. നമ്മൾ കണ്ട ആദ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കണ്ടോ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കയറി വരുന്നത് കണ്ടോ? അപ്പോൾ നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ INC ഫോം ചെയ്തത് 1885 ഡിസംബർ 28. അപ്പോൾ 84 എന്താ ഫോം ചെയ്തേ? അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്താ? INCയുടെ ഒറിജിനൽ നയമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. 1888 ഡിസംബർ 28 അന്ന് ഫോം ചെയ്യുന്നത് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് ആര് തന്നെയാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ്. ഓക്കെ. INCയുടെ ഫൗണ്ടറും ആരാണ്? AO ഹ്യൂം. അലൻ ഒക്ടോവിയൻ ഹ്യൂമിനാണ് നമ്മൾ AO ഹ്യൂം എന്ന് പറയുന്നത്. അദ്ദേഹം സ്കോട്ട്ലൻഡ് സ്വദേശിയാണ്. അതും കൂടെ പഠിച്ചു വയ്ക്കുക. സ്കോട്ട്ലൻഡുകാരനാണ് ആരെന്ന് പറയുന്നത്? അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് സ്വദേശിയാണ്. അപ്പോൾ സ്കോട്ട്ലൻഡ് സ്വദേശിയായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ് നമ്മുടെ INCക്ക് രൂപം നൽകുന്നത്. ഓക്കെ ആണേ. അടുത്ത് നോക്കുക, ദ ഫസ്റ്റ് സെക്ഷൻ വെന്യൂ. ആദ്യത്തെ സെക്ഷൻ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ബോംബെ ആണ്. ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് INCയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ INCയുടെ ആദ്യ സമ്മേളനം നടന്ന വേദി ചോദിച്ചാൽ പറയുക ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ബോംബെ. ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് INCയുടെ ആദ്യത്തെ സെക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നടത്താൻ ഉദ്ദേശിച്ച സ്ഥലം ചോദിച്ചാൽ പറയുക അത് പൂനെയിലായിരുന്നു. ഇനിഷ്യലി പ്ലാൻഡ് ഇൻ പൂനെ ബട്ട് ഷിഫ്റ്റഡ് ഡ്യൂ ടു ദ പ്ലേഗ് ഔട്ട്ബ്രേക്ക്. INCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കാനായിട്ട് തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. പക്ഷേ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത് കാരണം, പ്ലേഗ് പടർന്നു പിടിച്ചത് കാരണം പൂനെയിൽ നിന്നത് മാറ്റി എങ്ങോട്ട് മാറ്റുന്നു? ബോംബെയിലേക്ക് മാറ്റുന്നു. INCയുടെ ആദ്യത്തെ സമ്മേളനം ആ സമ്മേളനം നടന്ന സ്ഥലം ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ പേരറിയാം, ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. 84 ഫോം ചെയ്തത്. അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ് ഫോം ചെയ്തത്. അത് പിന്നെ എന്താകുന്നു? 1885 ഡിസംബർ 28 INC എന്ന പേരിലാകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലാകുന്നു. അത് സ്കോട്ട്ലൻഡുകാരനായ AO ഹ്യൂം തന്നെയാണ് അതിൻ്റെയും സ്ഥാപകൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ ഗോകുൽദാസ് കോളേജ് ബോംബെ ആണ്. ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ബോംബെ ആണ്. അതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നടത്താനുള്ള സ്ഥലം ഏതാണ്? പൂനെയാണ്. എന്തുകൊണ്ട് പൂനെയിൽ നിന്ന് മാറ്റി ചോദിച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്ന് മാറ്റുന്നതിൻ്റെ കാരണം PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ്? പ്ലേഗ് പടർന്നു പിടിച്ചതാണ് കാരണം. ഓക്കെ ആണേ. ബാക്കി നോക്കുക, ഒബ്ജക്റ്റീവ്സ് ഓഫ് INC. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. INCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത്, നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ കണ്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. താഴെ തന്നിട്ടുള്ളവ INCയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടായിരുന്നു അല്ലേ? നോക്കുക, INCയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടു പ്രൊമോട്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി എമോങ് പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. രാജ്യത്തെ പല ഭാഗത്തു നിന്നുമുള്ള ഒരുപാട് പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഉണ്ട്, പല പല സാമൂഹിക പ്രവർത്തകരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് യൂണിറ്റ് ചെയ്യുക, ഇവരെയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കുക, അതുപോലെ ഇവർക്കിടയിലുള്ള ബന്ധത്തെ എന്ത് ചെയ്യുക, ഒന്ന് ശക്തിപ്പെടുത്തുക. ഇതായിരുന്നു INCയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരുപാട് ചെറിയ ചെറിയ സംഘടനകൾ എന്ത് ചെയ്തിട്ടുണ്ട്? രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായി വന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക, അവരെയൊക്കെ ഒന്ന് യൂണിറ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക, അവർക്കിടയിലുള്ള ഒരു ബന്ധം ദൃഢമാക്കുക എന്നുള്ളതൊക്കെ INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അടുത്തത് ടു ഡെവലപ്പ് നാഷണൽ കോൺഷ്യസ്നസ് ബിയോണ്ട് കാസ്റ്റ്, റിലിജൻ ആൻഡ് റീജിയണൽ ഡിഫറൻസസ്. ജാതി മത വർഗ വിവേചനമില്ലാതെ നാഷണൽ കോൺഷ്യസ്നസ്, ദേശീയ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് INCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിരുന്നു. നിർബന്ധമായിട്ടും ഇത് കുഞ്ഞു പോയിന്റുകളാണ്. ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിക്കരുത്. ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതാണേ, എടുത്തു വെച്ച് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കുകയെ. ശരി, നോക്കിക്കൊള്ളുക. ടു പ്രസൻറ്റ് ഇന്ത്യൻസ് പ്രോബ്ലം ബിഫോർ ദ അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? അതോറിറ്റിക്ക് മുമ്പായിട്ട് അവതരിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി നോക്കിക്കേ. ടു പ്രൊമോട്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി എമോങ് പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ടു ഡെവലപ്പ് നാഷണൽ കോൺഷ്യസ്നസ് ബിയോണ്ട് കാസ്റ്റ്, റിലിജൻ ആൻഡ് റീജിയണൽ ഡിഫറൻസസ്.
അടുത്തത് ടു പ്രസന്റ് ഇന്ത്യൻ പ്രോബ്ലംസ് ബിഫോർ ദ അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, അതോറിറ്റിക്ക് മുമ്പായിട്ട് കൊണ്ടുവയ്ക്കുക. ഇതൊക്കെയായിരുന്നു INC-യുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലക്ഷ്യങ്ങൾ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുക എന്നൊരു ലക്ഷ്യം നമ്മൾ കണ്ടോ? ഇല്ല. സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം INC-ക്ക് തുടങ്ങിയ സമയത്തുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, നമുക്ക് ഈ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോക്കിക്കൊള്ളുക. പ്രൊമോട്ട് നാഷണൽ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പുസ്തകത്തിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും കൂടി പഠിക്കുന്നു. നമ്മൾ ചുരുക്കിയാണ് നേരത്തെ ഇതിനെ പറഞ്ഞത്. ഓക്കെ, ഡെവലപ്പ് എ സെൻസ് ഓഫ് ഓൺനെസ്, ഏകത ഉണ്ടാക്കിയെടുക്കുന്നു എമോങ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ഓർ റീജിയൻ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ ഇന്ത്യക്കാർക്കുള്ള എന്തെടുക്കുന്നു, ഒരു ഏകത്വം ഉണ്ടാക്കിയെടുക്കുന്നു, ഒരു എന്താണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഓക്കെ, അടുത്തത് ക്രിയേറ്റ് എ കോമൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, ഒരു പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? പ്രൊവൈഡ് എ ഫോറം ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കഷൻ ടു എക്സ്പ്രസ് ഇന്ത്യൻ ഗ്രീവൻസസ്, അല്ലെ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോറം പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ഡിസ്കസിങ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കഷൻസ്, സിവിലും പൊളിറ്റിക്കലുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് INC-യുടെ ഒബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം പുസ്തകത്തിനകത്ത് കുറച്ച് ഡീപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളത് അങ്ങനെ അങ്ങ് പഠിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആദ്യം പറഞ്ഞ 3 പോയിന്റുകളില്ലേ, അത് തന്നെയാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, 2 പോയിന്റുകൾ ഓക്കെയാണ്. അടുത്ത് നോക്കുക. ഡെവലപ്പ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുക. എഡ്യൂക്കേറ്റ് പീപ്പിൾസ് അബൌട്ട് ദെയർ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് പ്രൊമോട്ട് നാഷണൽ അവേക്കനിങ്. പീപ്പിൾസിനെ എന്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക? പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക. ആൻഡ് പ്രൊമോട്ട് നാഷണൽ അവേക്കനിങ്, ദേശീയ ഉണർവിനെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ എന്ത് ചെയ്യണേ, നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഇന്ന അവകാശങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. അങ്ങനെ നാഷണൽ അവേക്കനിങ്, ദേശീയമായിട്ട് ഉണർവുണ്ടാകും, ദേശീയത്തെ കുറച്ചുകൂടി ശക്തിപ്പെടും. ഇതും എന്തിൻ്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നു? INC-യുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു. അടുത്തത് പ്രസന്റ് ഇന്ത്യൻ ഡിമാൻഡ്സ് ടു ബ്രിട്ടീഷ് ഗവൺമെന്റ്, ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഓക്കെ, ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ആൻഡ് ദ പീപ്പിൾ ടു എൻഷുർ ഇന്ത്യാസ് വോയിസ് വെയർ ഹിയർഡ്. ഇന്ത്യക്കാരുടെ ശബ്ദം എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരെ കേൾപ്പിക്കുന്നതിനുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക. ഇന്ത്യക്കാരുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്ത്? ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരെ ദയിപ്പിക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക. ആക്ട് എ ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ശബ്ദം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു ലിങ്കായിട്ട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരെ ധരിപ്പിക്കുന്നതിനുള്ള ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് INC-യുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിരുന്നു. അടുത്തത് സെക്യൂർ ഗ്രാജുവൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. എന്ത് ചെയ്യുക? കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ എന്ത് ചെയ്യുക? സെക്യൂർ ചെയ്യുക. അതായത് ഡിമാൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് ഗ്രേറ്റർ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവേണൻസിനകത്ത്, അതായത് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഭരണത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനകത്ത് ഇന്ത്യക്കാരുടെ ഒരു വലിയ രീതിയിലുള്ള പങ്കാളിത്തം, ഗ്രേറ്റർ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവേണൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനകത്തും ഭരണത്തിനകത്തുമൊക്കെ കൂടുതൽ ഇന്ത്യക്കാരെ എന്ത് ചെയ്യുക? നിയമിക്കുക. ഭരണകാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം കൂട്ടുക എന്ന് വേണ്ടി വാദിക്കുന്ന ഒരു ധർമ്മവും ആർക്കുണ്ടായിരുന്നു? INC-ക്ക് ഉണ്ടായിരുന്നു. ഇത്രയുമാണ് INC-യുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. INC തീർന്നിട്ടില്ല. മറ്റൊരു ക്ലാസ്സിൽ INC-യുടെ ബാക്കിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.